നമസ്കാരം മക്കളെ. എയോ പിയോ ക്ലാസ് മുറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നിപ്പ് പ്രിന്റിങ്ങിനെ കുറിച്ചാണ്. എന്താണ് നിപ്പ് പ്രിന്റിംഗ്, അതായത് നോൺ ഇമ്പാക്റ്റ് പ്രിന്റിംഗ്? നിപ്പ് പ്രിന്റിംഗ് പറയുന്നതിന് മുമ്പ് തന്നെ നമുക്ക് പ്രിന്റിങ്ങിൻ്റെ ക്ലാസിഫിക്കേഷനെ കുറിച്ച് ഒന്ന് പഠിക്കേണ്ടതുണ്ട്. അതായത് പ്രിന്റിങ്ങിനെ നമ്മൾ രണ്ടായിട്ട് തരംതിരിക്കുന്നുണ്ട്. ഇമ്പാക്റ്റ് പ്രിന്റിംഗ് എന്നും നോൺ ഇമ്പാക്റ്റ് പ്രിന്റിംഗ് എന്നും. ഇമ്പാക്റ്റ് പ്രിന്റിങ്ങിൽ നമ്മളൊരു പെർമനൻ്റ് ഇമേജ് കാരിയർ ഉപയോഗിക്കുന്നുണ്ട്. ആ ഇമേജ് കാരിയറിൽ നിന്നാണ് നമുക്ക് കൂടുതൽ കോപ്പികൾ ലഭിക്കുന്നത്. അതേസമയം നോൺ ഇമ്പാക്റ്റ് പ്രിന്റിങ്ങിൽ അല്ലെങ്കിൽ നിപ്പ് ടെക്നോളജിയിൽ നമ്മളൊരു പെർമനൻ്റ് ഇമേജ് കാരിയർ ഉപയോഗിക്കുന്നില്ല. ഇമ്പാക്റ്റ് പ്രിന്റിങ്ങിന് ഉദാഹരണം പറഞ്ഞാൽ ഫ്ലെക്സോഗ്രാഫി പ്രിന്റിങ്ങും അല്ലെങ്കിൽ ഓഫ്സെറ്റ് പ്രിന്റിങ്ങും ഒക്കെ പറയാം. അതേസമയം നോൺ ഇമ്പാക്റ്റ് പ്രിന്റിങ് നിങ്ങൾക്ക് കൂടുതൽ പരിചിതമാണ്. നിങ്ങളുടെ നിത്യജീവിതത്തിൽ കൂടുതലായി ഇടപെടുന്ന മേഖലകൾ തന്നെയാണ് നോൺ ഇമ്പാക്റ്റ് പ്രിന്റിംഗ്. ഒരു ഫോട്ടോ എടുക്കാത്തവരുണ്ടാകില്ല, ഫോട്ടോസ്റ്റാറ്റ് എടുക്കാത്തവരുണ്ടാകില്ല. ഇനി അതുമല്ല, ഫ്ലെക്സ് നിങ്ങൾക്കറിയാമല്ലോ. ചരമ അറിയിപ്പോ സ്വാഗതം പറഞ്ഞോ അല്ലെങ്കിൽ കല്യാണ ആവശ്യങ്ങൾക്കോ ഒക്കെ ആയിട്ട് വഴിനീളെ ഫ്ലെക്സ് വെച്ചിരിക്കുന്നത് കണ്ടിരിക്കുമല്ലോ. ആ ഫ്ലെക്സ് പ്രിന്റിങ്ങും ഒക്കെ ഈ നോൺ ഇമ്പാക്റ്റ് പ്രിന്റിങ്ങിൽ പെടുന്നതാണ്. നോൺ ഇമ്പാക്റ്റ് പ്രിന്റിങ്ങിൽ ഒരു പെർമനൻ്റ് ഇമേജ് കാരിയർ ഇല്ലെന്ന് പറഞ്ഞല്ലോ. അതായത് കമ്പ്യൂട്ടറിൽ നമ്മൾ ഡിസൈൻ ചെയ്തതിന് ശേഷം നേരെ പ്രിന്റ് വിടുകയാണ്. അല്ലെങ്കിൽ ഒരു കോപ്പിയിൽ നിന്ന് നമ്മൾ നേരിട്ട് പ്രിന്റ് എടുക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ നിപ്പ് പ്രിന്റിങ്ങിനെ ഡിജിറ്റൽ ഇമേജിംഗ് അല്ലെങ്കിൽ ഡയറക്റ്റ് ഇമേജിംഗ് അഥവാ കമ്പ്യൂട്ടർ ടു പ്രസ് സിസ്റ്റം എന്നൊക്കെ പറയും. എന്തൊക്കെയാണ് നിപ്പ് പ്രിന്റിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് നോക്കാം. നമുക്ക് പെട്ടെന്ന് ഇമേജ് ലഭിക്കും. അതുകൊണ്ട് ഇതൊരു ക്വിക്ക് പ്രിന്റിംഗ് ആണ്. കുറച്ച് കോപ്പികൾക്ക് ചെലവ് നന്നേ കുറവുമാണ്. അതേസമയം കൂടുതൽ കോപ്പി എടുക്കാനിരുന്നാൽ ചെലവ് കൂടുതലുമാണ്. ഇമ്പാക്റ്റ് പ്രിന്റിങ്ങിൽ വരുന്ന കാലതാമസം, അതായത് പ്രൊഡക്ഷൻ വർക്ക് ഫ്ലോ, ഇവിടെ വരുന്നില്ല. ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങൾക്ക് ഒരു ബ്രോഷർ പ്രിന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇമ്പാക്റ്റ് പ്രിന്റിങ്ങിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ഡിസൈൻ ചെയ്യുന്നു. ഒരു 10,000 കോപ്പിയാണ് അത് പ്രിന്റ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ നമ്മൾ ഓഫ്സെറ്റ് പ്രിന്റിങ്ങിലായിരിക്കും പോകുക. ഓഫ്സെറ്റ് പ്രിന്റിങ്ങിൽ നമ്മൾ അതിൻ്റെ ഫിലിം എടുക്കുന്നു, പ്ലേറ്റ് എക്സ്പോസ് ചെയ്യുന്നു, ഡെവലപ്പ് ചെയ്യുന്നു, പിന്നെ പ്ലേറ്റ് കൊണ്ട് മെഷീനിലിടുന്നു, പ്രിന്റിങ് നടക്കുന്നു. കുറച്ചേറെ സ്റ്റെപ്പുകൾ അതിൽ വരുന്നുണ്ട്. അതേസമയം ഒരു 100 കോപ്പി ബ്രോഷർ മതി എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ബ്രോഷറിൻ്റെ പ്രൂഫാണ് എടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുക ഈ ഡിജിറ്റൽ ഇമേജിംഗ് ആയിരിക്കും. ഇങ്ക്ജെറ്റിക് പ്രിന്റിംഗ് പോലുള്ള ഏതെങ്കിലും ഒരു കളർ പ്രിന്റിംഗ് ആയിരിക്കും നമ്മൾ ചൂസ് ചെയ്യുക. അവിടെ നമ്മൾ ചെയ്യുന്നത് കമ്പ്യൂട്ടറിൽ ഡിസൈൻ ചെയ്തതിന് ശേഷം നേരിട്ട് പ്രിന്റിങ്ങിലേക്ക്, അതായത് പേപ്പറിലേക്ക് ഇമേജ് പകർത്തുകയാണ് ചെയ്യുന്നത്. അതാണ് ഇമ്പാക്റ്റ് പ്രിന്റിങ്ങും നോൺ ഇമ്പാക്റ്റ് പ്രിന്റിങ്ങിലും തമ്മിലുള്ള പ്രധാന വ്യത്യാസം. ഇനി പ്രധാനപ്പെട്ട ഡിജിറ്റൽ ഇമേജിംഗ് സാങ്കേതിക വിദ്യകൾ ഏതൊക്കെയാണെന്ന് അറിയണ്ടേ? ടൈപ്പ് ഓഫ് നിപ്പ് പ്രിന്റിംഗ്: ഇലക്ട്രോസ്റ്റാറ്റിക് പ്രിന്റിംഗ്, അയണോഗ്രാഫിക് പ്രിന്റിംഗ്, മാഗ്നറ്റോഗ്രാഫിക് പ്രിന്റിംഗ്, ഇങ്ക് ജെറ്റ് പ്രിന്റിംഗ്, ഡൈ സബ്ലിമേഷൻ പ്രിന്റിംഗ്, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട നിപ്പ് ടെക്നോളജി. ഇതിൽ നമുക്ക്
ഇലക്ട്രോസ്റ്റാറ്റിക് പ്രിന്റിങ്ങിനെ കുറിച്ച് ആദ്യം പഠിക്കാം. നിങ്ങൾക്ക് ഏറെ പരിചയമുള്ളതാണ് ഇത്. ഇലക്ട്രോസ്റ്റാറ്റിക് പ്രിന്റിങ്ങിൻ്റെ മറ്റൊരു പേരാണ് സെറോക്സ് പ്രിന്റിംഗ്, അതുമല്ലെങ്കിൽ ഫോട്ടോസ്റ്റാറ്റ്, ഇലക്ട്രോ ഫോട്ടോഗ്രഫി എന്നൊക്കെ ഇതിനെ പറയും. നിങ്ങൾ ഫോട്ടോസ്റ്റാറ്റ് എടുക്കുമ്പോൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന്, ഇത് ആരാണ് കണ്ടുപിടിച്ചതെന്ന്? ചെസ്റ്റർ കാൾസൺ ആണ് ഇലക്ട്രോ ഫോട്ടോഗ്രഫി അല്ലെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക് പ്രിന്റിംഗ് കണ്ടുപിടിച്ചത്. ഇനി ഫോട്ടോസ്റ്റാറ്റ് എങ്ങനെയാണ് എടുക്കുന്നതെന്ന് നോക്കാം. ഫോട്ടോസ്റ്റാറ്റ് മെഷീനകത്ത് ഒരു മെറ്റൽ ഡ്രം ഉണ്ടായിരിക്കും. ഈ മെറ്റൽ ഡ്രമ്മിൽ സെലിനിയം എന്ന കെമിക്കൽ എലമെന്റ് കോട്ട് ചെയ്തിരിക്കും. സെലിനിയത്തിന്റെ പ്രത്യേകത ലൈറ്റ് തട്ടിയാൽ വൈദ്യുതി ചാർജ് ഡിസ്ചാർജ് ആകും എന്നതാണ്. ദാറ്റ് ഈസ്, സെലിനിയം കണ്ടക്ട്സ് ഇലക്ട്രിക് ചാർജ് ഓൺലി ഇൻ ദ പ്രസൻസ് ഓഫ് ലൈറ്റ്. നമ്മൾ ഒരു കോപ്പി എടുക്കുമ്പോൾ മെഷീനകത്ത് 5 പ്രക്രിയകളാണ് നടക്കുന്നത്. അതായത് ചാർജിങ്, എക്സ്പോഷർ, ഡെവലപ്മെന്റ്, ഫിക്സിംഗ് ആൻഡ് ക്ലീനിങ്. മെഷീൻ ഓൺ ആക്കുമ്പോൾ കൊറോണ ചാർജർ എന്ന വയർ വഴി സെലിനിയം മെറ്റൽ ഡ്രമ്മിൽ ഇലക്ട്രിക് ചാർജ് രൂപപ്പെടുന്നു. മെഷീൻ്റെ മുകൾ ഭാഗം ഉയർത്തി ഫോട്ടോ കോപ്പി എടുക്കാനുള്ള മാറ്റർ വച്ചതിന് ശേഷം നമ്മൾ മെഷീൻ ഓൺ ആക്കുമ്പോൾ മെഷീനകത്തെ ഹാലോജൻ ലൈറ്റ് തെളിയുകയും അത് മുകളിൽ വച്ച മാറ്ററിൽ തട്ടി റിഫ്ലക്റ്റ് ചെയ്ത് സെലിനിയം മെറ്റൽ ഡ്രമ്മിൽ പതിക്കുകയും ചെയ്യുന്നു. ലൈറ്റ് പതിച്ച ഭാഗത്തെ ചാർജ് ഡിസ്ചാർജ് ചെയ്ത് അല്ലെങ്കിൽ ഇല്ലാതായി പോകുകയും ലൈറ്റ് പതിക്കാത്ത ഇമേജ് ഏരിയയിൽ ചാർജ് നിലനിൽക്കുകയും ചെയ്യുന്നു. ഡെവലപ്പിംഗ് സ്റ്റേജിൽ ടോണർ പൗഡറിന് ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ടായിരിക്കും. ഓപ്പോസിറ്റ് ചാർജ് ആകർഷിക്കുമെന്ന തത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഡെവലപ്പിംഗ് സ്റ്റേജിൽ പോസിറ്റീവ് ചാർജുള്ള ടോണർ നെഗറ്റീവ് ചാർജുള്ള സെലിനിയം ഡ്രമ്മിനു മുകളിൽ പറ്റിപ്പിടിക്കുന്നു. അങ്ങനെ ഒരു ചാർജ്ഡ് ഇമേജ് ഏരിയ രൂപപ്പെടുന്നു. ഈ സമയം പേപ്പർ കടന്നു പോകുകയും ഡ്രമ്മിൽ നിന്ന് പേപ്പറിലേക്ക് ഇമേജ് ട്രാൻസ്ഫർ ആകുകയും ചെയ്യുന്നു. ഫിക്സിംഗ് സ്റ്റേജിൽ പേപ്പർ ഹീറ്റിംഗ് യൂണിറ്റിലൂടെ കടന്നു പോകുമ്പോൾ ടോണർ ഉരുകി പേപ്പറിൽ ഒട്ടിപ്പിടിക്കുന്നു. തുടർന്ന് ക്ലീനിങ് സ്റ്റേജിൽ ഒരു ബ്രഷ് സെലിനിയം ഡ്രമ്മിൻ്റെ മുകളിലൂടെ ചലിക്കുമ്പോൾ അതിൽ ബാക്കിയാകുന്ന ടോണർ തുടച്ച് വൃത്തിയാകുകയും ചെയ്യുന്നു. അയണോഗ്രഫി പ്രിന്റിംഗ്. ഇവിടെ ഇലക്ട്രോൺ കാർട്രിഡ്ജ് അല്ലെങ്കിൽ അയൺ സോഴ്സ് ഉപയോഗിച്ച് നോൺ കണ്ടക്റ്റീവായ ഒരു ഡ്രമ്മിൽ നെഗറ്റീവ് ചാർജ് നൽകുന്നു. ഈ ഡ്രം മാഗ്നറ്റിക് ചാർജുള്ള ടോണർ അഥവാ മഷിയെ ആകർഷിക്കുന്നു. അങ്ങനെ ഇമേജ് രൂപപ്പെടുന്നു. തുടർന്ന് ടോണറിന് ഇലക്ട്രോസ്റ്റാറ്റിക് ചാർജ് നൽകുന്നു. ഉയർന്ന മർദ്ദത്തിലുള്ള റോളറിൻ്റെ സഹായത്തോടെ ഈ ടോണർ പേപ്പറിലേക്ക് ട്രാൻസ്ഫർ ആകുന്നു. അങ്ങനെ ഇമേജ് ട്രാൻസ്ഫർ ആയാലുടൻ ഒരു മെറ്റൽ ബ്ലേഡ് വന്ന് ഡ്രമ്മിനെ വൃത്തിയാക്കുന്നു. അയണോഗ്രാഫിക് പ്രിന്റിംഗ് ലേസർ പ്രിന്റിങ്ങിനു പകരം ഉപയോഗിക്കാവുന്നതാണ്. ഇതിന് ഇലക്ട്രോൺ ബീം അച്ചടി എന്നും പേരുണ്ട്. സിംഗിൾ കളർ പ്രിന്റിംഗ്, സ്പോട്ട് കളർ പ്രിന്റിംഗ്, വാല്യുബിൾ ഡാറ്റ പ്രിന്റിംഗ് എന്നിവയ്ക്കാണ് ഈ ടെക്നോളജി ഉപയോഗിക്കുന്നത്. ഇനി അടുത്തതായി നമുക്ക് മാഗ്നറ്റോഗ്രഫിയെ കുറിച്ച് പഠിക്കാം.
ഇമേജ് പേപ്പറിലേക്ക് പകർത്തുന്നത് ഒരു മാഗ്നറ്റിക് ഫീൽഡുള്ള ഡ്രം മുഖേനയാണ്. ഇവിടെ ഇലക്ട്രോണിക് ഇമേജ് മാഗ്നറ്റിക് ചാർജായി മാറുന്നു. മാഗ്നറ്റിക് ചാർജുള്ള ടോണർ അഥവാ മഷി മാഗ്നറ്റിക് ചാർജുള്ള ഇമേജിനെ ആകർഷിക്കുന്നു. ഇവിടെ ഉപയോഗിക്കുന്ന ടോണർ അഥവാ മഷി നിറങ്ങൾ പൂശിയ അയൺ ഓക്സൈഡ് തരികളാണ്. ഉയർന്ന മർദ്ദത്തിൽ മാഗ്നറ്റിക് ഡ്രമ്മിനുമേൽ രൂപം കൊണ്ട ഇമേജ് പേപ്പറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. തുടർന്ന് ഒരു മെറ്റൽ ബ്ലേഡ് മാഗ്നറ്റിക് ഡ്രമ്മിനെ ക്ലീൻ ചെയ്യുന്നു. മാഗ്നറ്റോഗ്രഫിയെ ഫെറോഗ്രഫി എന്നും പറയുന്നുണ്ട്. മാഗ്നറ്റോഗ്രഫി കണ്ടുപിടിച്ചത് ഹാരോൾഡ് ഡെലോസ് ബാബ്കോക്ക് എന്ന ആളാണ്. ഇനി നമുക്ക് ഇങ്ക് ജെറ്റ് പ്രിന്റിങ്ങിനെ കുറിച്ച് പഠിക്കാം. ഇത് ഒരു ഡയറക്റ്റ് ടു പേപ്പർ ടെക്നോളജിയാണ്. അതായത് മഷി പേപ്പറിലേക്ക് നേരിട്ട് പതിച്ച് ഇമേജ് ചിത്രീകരിക്കുന്നു. ഒരു ഇന്റർമീഡിയറ്റ് ഇമേജ് കാരിയർ ഇവിടെയില്ല. ഇതിനു മുമ്പ് നമ്മൾ പഠിച്ച 3 ടെക്നോളജിയിലും ഇമേജ് ട്രാൻസ്ഫർ ചെയ്യുന്നതിനായി ഒരു ഡ്രം ഉണ്ടായിരുന്നു. ഇവിടെ പക്ഷേ അങ്ങനെയൊരു ഇന്റർമീഡിയറ്റ് കാരിയർ ഇല്ല. പകരം ഇങ്ക് പേപ്പറിലേക്ക് നേരിട്ട് പതിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ക് ജെറ്റ് പ്രിന്ററിനെ അതിൽ പ്രിന്റ് ചെയ്യാവുന്ന സബ്സ്ട്രേറ്റിന്റെ അഥവാ പേപ്പറിന്റെ വലിപ്പത്തിന്റെ അടിസ്ഥാനത്തിൽ ഡെസ്ക് ടോപ്പ്, ലാർജ് ഫോർമാറ്റ് അല്ലെങ്കിൽ ഗ്രാൻഡ് ഫോർമാറ്റ് എന്നിങ്ങനെ തരംതിരിക്കാം. 13 ഇഞ്ച് ഇൻറ്റു 19 ഇഞ്ച് സൈസിൽ പ്രിന്റ് ചെയ്യാവുന്നതാണ് ഡെസ്ക് ടോപ്പ് പ്രിന്റർ. നിങ്ങൾ കാണുന്ന സൈൻ ബോർഡുകളും ഫ്ലെക്സ് ബോർഡുകളും പ്രിന്റ് ചെയ്യുന്നത് ലാർജ് ഫോർമാറ്റിലാണ്. അച്ചടിക്കുന്ന പ്രതലത്തിലേക്ക് മഷി പതിക്കുന്ന സാങ്കേതിക വിദ്യയുടെ അടിസ്ഥാനത്തിൽ ഇങ്ക്ജെറ്റ് പ്രിന്ററിനെ 3 തരംതിരിക്കാം. തെർമൽ ഇങ്ക്ജെറ്റ് പ്രിന്റർ, പീസോ ഇലക്ട്രിക്കൽ ഇങ്ക്ജെറ്റ് പ്രിന്റർ, കണ്ടിന്യൂവസ് ഇങ്ക്ജെറ്റ് പ്രിന്റർ എന്നിങ്ങനെയാണ് തരംതിരിക്കുന്നത്. ആദ്യം നമുക്ക് തെർമൽ ഇങ്ക്ജെറ്റ് പ്രിന്ററിന്റെ പ്രവർത്തനം നോക്കാം. തെർമൽ ഇങ്ക്ജെറ്റ് പ്രിന്ററിൽ ഇലക്ട്രിക് കറണ്ട് നൽകുമ്പോൾ ഇങ്ക് ചേംബറിനുള്ളിൽ മഷി കുമിളകളായി രൂപാന്തരപ്പെടുന്നു. ചൂട് വർദ്ധിച്ച് മർദ്ദം കൂടുമ്പോൾ ഈ മഷിക്കുമിളകൾ നോസിലിലൂടെ പുറത്തേക്ക് തെറിച്ചു വീണ് പ്രിന്റിംഗ് നടക്കുന്നു. പലതരം ലേബൽസുകൾ, ബാർകോഡ്സ്, വേവ് ഫൈൻഡിംഗ് മാർക്കേഴ്സ് തുടങ്ങിയവ പ്രിന്റ് ചെയ്യാനാണ് ഇത്തരം പ്രിന്ററുകൾ ഉപയോഗിക്കുന്നത്. പലതരത്തിലുള്ള പ്രതലത്തിൽ പ്രിന്റ് ചെയ്യാൻ കഴിയുമെന്നത് തെർമൽ ഇങ്ക്ജെറ്റ് പ്രിന്ററിന്റെ പ്രത്യേകതയാണ്. പീസോ ഇലക്ട്രിക് ഇങ്ക്ജെറ്റ് പ്രിന്ററിൽ പീസോ ക്രിസ്റ്റൽസിന്റെ സഹായത്തോടെയാണ് പ്രിന്റിംഗ് നടക്കുന്നത്. പീസോ ക്രിസ്റ്റൽസിന് ഇലക്ട്രിക് പൾസ് നൽകുമ്പോൾ ക്രിസ്റ്റലുകൾ ചാർജ് ആകുകയും മർദ്ദം കൂടി മഷി തുള്ളികൾ ശക്തിയായി നോസിൽ വഴി പുറത്തേക്ക് തെറിക്കുകയും ചെയ്യുന്നു. വലിയ ഗ്രാൻഡ് ഫോർമാറ്റ് പ്രിന്ററുകൾ കൂടുതലും പീസോ ഇലക്ട്രിക് ഇങ്ക്ജെറ്റ് പ്രിന്ററുകളാണ്. കട്ടി കൂടിയ സോളിഡ് ആയിട്ടുള്ള പ്രതലങ്ങളിൽ പ്രിന്റ് ചെയ്യാൻ നല്ലതാണ് ഇത്തരം പ്രിന്ററുകൾ. കൂടാതെ ബ്രോഷർ, ലീഫ്ലെറ്റ്സ് തുടങ്ങിയ ക്വാളിറ്റി വർക്കുകളും പ്രിന്റ് ചെയ്യാൻ നല്ലതാണ്. കണ്ടിന്യൂവസ് ഇങ്ക്ജെറ്റ് പ്രിന്ററിൽ സംഭവിക്കുന്നത് മെഷീൻ ഓൺ ആക്കുമ്പോൾ തന്നെ ഇടതടവില്ലാതെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന മഷി, അതായത് സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന മഷി നോസിലിലൂടെ അച്ചടിക്കേണ്ട പേപ്പറിന്റെ പ്രതലത്തിലേക്ക് പതിക്കുന്നു. ഇങ്ക്ജെറ്റ് പ്രിന്ററുകളിൽ ഉപയോഗിക്കുന്ന
മഷി ഏതൊക്കെയാണെന്ന് നമ്മൾക്ക് നോക്കാം. അക്വസ് ഇങ്ക്, സോൾവെന്റ് ഇങ്ക്, UV ക്യൂറബിൾ ഇങ്ക് എന്നിവയാണ് ഇങ്ക് ജെറ്റ് പ്രിന്ററിൽ ഉപയോഗിക്കുന്ന മഷികൾ. അക്വസ് ഇങ്ക് നിർമ്മിച്ചിരിക്കുന്നത് വെള്ളം, ഗ്ലൈക്കോൾ, കളർ നൽകുന്നതിനായുള്ള ഡൈ അല്ലെങ്കിൽ പിഗ്മെന്റ് എന്നിവയുപയോഗിച്ചാണ്. സോൾവെന്റ് ഇങ്ക് നിർമ്മിച്ചിരിക്കുന്നത് പ്രധാനമായും വോളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ട് കൊണ്ടാണ്. ഇത് പേപ്പറിൽ പതിച്ചാലുടൻ തന്നെ സോൾവെന്റ് ഇവാപ്പറേറ്റ് ചെയ്ത് ഉണങ്ങുന്നു. UV ക്യൂറബിൾ ഇങ്കിൽ വോളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ട് കുറവാണ്. UV ക്യൂറബിൾ ഇങ്ക് പ്രിന്റ് ചെയ്താലുടൻ തന്നെ UV ലൈറ്റ് തട്ടിയാൽ മാത്രമേ ഉണങ്ങുകയുള്ളൂ. അത് പോളിമറൈസേഷൻ മുഖാന്തിരമാണ് ഉണങ്ങുന്നത്. ഇനി നമുക്ക് പ്രിന്റ് ഹെഡുകളെ കുറിച്ച് പഠിക്കാം. പേപ്പറിലേക്ക് മഷി പകർത്തുക എന്നതാണ് പ്രിന്റ് ഹെഡുകളുടെ ധർമ്മം. പ്രധാനമായും 2 തരം പ്രിന്റ് ഹെഡുകളാണ് ഇങ്ക് ജെറ്റ് പ്രിന്ററുകളിൽ കണ്ടുവരുന്നത്. ഫിക്സ്ഡ് പ്രിന്റ് ഹെഡ്, 2 ഡിസ്പോസിബിൾ പ്രിന്റ് ഹെഡ്. ഇതിൽ ആദ്യമായി നമ്മൾക്ക് ഫിക്സ്ഡ് പ്രിന്റ് ഹെഡിനെ കുറിച്ച് പഠിക്കാം. ഫിക്സ്ഡ് പ്രിന്റ് ഹെഡുകൾ റീഫിൽ ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. ഇങ്ക് ചേംബറിനൊപ്പം തന്നെ പ്രിന്റ് ഹെഡും ഫിക്സ് ചെയ്തിരിക്കുന്നു. മഷി തീർന്നു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഇത് റീഫിൽ ചെയ്യാൻ കഴിയും. ഡിസ്പോസിബിൾ പ്രിന്റ് ഹെഡ് പേര് പോലെ തന്നെയാണ്. മഷി തീർന്നു കഴിഞ്ഞാൽ അത് ഉപയോഗശൂന്യമായി മാറുന്നു. നമ്മൾക്ക് പുതിയ പ്രിന്റ് ഹെഡ് സ്ഥാപിക്കേണ്ടി വരുന്നു. ഇതാണ് ഡിസ്പോസിബിൾ പ്രിന്റ് ഹെഡിൻ്റെ പ്രത്യേകത. ഇനി നമുക്ക് ഡൈ സബ്ലിമേഷൻ പ്രിന്റിങ്ങിനെ കുറിച്ച് പഠിക്കാം. ഡൈ സബ്ലിമേഷൻ പ്രിന്റിംഗ് തെർമോഗ്രാഫിക് പ്രിന്റിങ്ങിന് ഉദാഹരണമാണ്. ഇവിടെ സിയാൻ, യെല്ലോ, മജന്ത, ബ്ലാക്ക് എന്നിങ്ങനെ 4 നിറങ്ങളിലുള്ള റിബണുകളുണ്ട്. ഇതിനെ ഇങ്ക് പാനൽസ് എന്ന് പറയുന്നു. ഈ ഇങ്ക് പാനൽസിന് മുകളിൽ തെർമൽ ഹെഡ് വരികയും തെർമൽ ഹെഡ് ചൂടായി ആ ചൂട് കാരണം റിബണിലെ ഡൈ അഥവാ കളർ ഗ്യാസായി മാറുകയും ചെയ്യുന്നു. ഈ ഗ്യാസ് ബാഷ്പീകരിച്ച് സബ്സ്ട്രേറ്റിന് മുകളിൽ അഥവാ പ്രതലത്തിന് പ്രിന്റ് ചെയ്യാനുള്ള പ്രതലത്തിന് മുകളിൽ ഒട്ടിപ്പിടിക്കുകയും ചെയ്യുന്നു. അങ്ങനെയാണ് പ്രിന്റിംഗ് നടക്കുന്നത്. ഡിജിറ്റൽ ഫോട്ടോഗ്രാഫ്സ്, പ്ലാസ്റ്റിക് കാർഡുകൾ തുടങ്ങിയവ പ്രിന്റ് ചെയ്യാൻ ഡൈ സബ്ലിമേഷൻ പ്രിന്റിംഗ് നല്ലതാണ്. പോളിയസ്റ്റർ തുണിയിലും പ്രിന്റ് ചെയ്യാവുന്നതാണ്. ആപ്ലിക്കേഷൻ ഓഫ് ഡിജിറ്റൽ പ്രിന്റിംഗ്, അതായത് ഡിജിറ്റൽ പ്രിന്റിംഗ് ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട മേഖലകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 1. വേരിയബിൾ ഡാറ്റ പ്രിന്റിംഗ്, അതായത് VDP. VDP എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത മാറ്ററുകൾ ഒന്ന് കഴിയുമ്പോൾ ഒന്ന് എന്ന രീതിയിൽ പ്രിന്റ് ചെയ്യാൻ കഴിയുന്നതാണ്. ഉദാഹരണമായി പറഞ്ഞാൽ, ഒരു ബാങ്കിലെ കസ്റ്റമേഴ്സിന് വേണ്ടി ബാങ്ക് അവരുടെ പോളിസികളെ കുറിച്ച് ഒരു നോട്ടീസ് അയക്കുന്നു. അതിൽ വ്യത്യസ്ത അഡ്രസ്സുകളിൽ, വ്യത്യസ്ത മേൽവിലാസങ്ങളിൽ നമുക്ക് ആ നോട്ടീസ് അയക്കണം. അതേസമയം മാറ്റർ ഒന്നാണ് താനും. ഇങ്ങനെ പല പേരുകളിൽ അയക്കാൻ വേണ്ടി നമ്മൾ VDP പ്രിന്റിംഗ് ആണ് ഉപയോഗിക്കുന്നത്. ഡിസ്ട്രിബ്യൂട്ടഡ് പ്രിന്റിംഗ്സ്. ഡിസ്ട്രിബ്യൂട്ടഡ് പ്രിന്റിങ്ങിൽ വർക്കുകൾ ഇലക്ട്രോണിക് ഫയലുകളായി അയച്ച് നെറ്റ്വർക്കിലൂടെ മറ്റു പല സ്ഥലത്തും ഇരുന്ന് പ്രിന്റ് എടുക്കുന്നതിനെയാണ് ഡിസ്ട്രിബ്യൂട്ടഡ് പ്രിന്റിംഗ് എന്ന് പറയുന്നത്. ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങൾ ഇവിടെ ഇരുന്ന്, അതായത് കേരളത്തിലിരുന്ന് ഒരു ബ്രോഷർ ഡിസൈൻ ചെയ്യുന്നു. അത് ഇലക്ട്രോണിക് ഫയലായി അയച്ച് വിദേശത്ത് പ്രിന്റ് എടുക്കുന്നു. അതൊരു ഡിസ്ട്രിബ്യൂട്ടഡ് പ്രിന്റിംഗ് ആണ്. ഡിജിറ്റൽ അസറ്റ് മാനേജ്മെന്റ്. ഡിജിറ്റൽ അസറ്റ് മാനേജ്മെന്റ് അഥവാ
DAM എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ ഫയൽസ് ഡേറ്റാസ് കൈകാര്യം ചെയ്യുന്ന സോഫ്റ്റ്വെയറിനെയാണ്. അതായത് ഡിജിറ്റൽ പ്രിൻറ്റിങ്ങിന് വേണ്ടിയിട്ട് ഡിസൈൻ ഫയൽസ്, ടെംപ്ലേറ്റ്സ്, ഇമേജസ്, ഫോണ്ട് ഫയൽസ്, ഡേറ്റാബേസസ് എന്നിവ കൈകാര്യം ചെയ്യുന്ന സോഫ്റ്റ്വെയർ. ഇതിൽ നിന്ന് പ്രിൻ്റ് എടുക്കുന്നതിന് നിപ്പ് ടെക്നോളജി തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് നിപ്പ് ടെക്നോളജിയെക്കുറിച്ചാണ്. ക്ലാസ് ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി.